ஐயா வணக்கம். ആമയിഴഞ്ചാൻ തോട് ഇനി മുതൽ ആമയിഴഞ്ചാൻ തോടെന്നല്ല, മറിച്ച് ആര്യകരഞ്ഞ തോടെന്ന് അറിയപ്പെടുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളന്മാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി ആക്ടിംഗ് ആയിരുന്നു ഇന്നലെ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ അവിടെ നിന്ന് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മേയർ ആര്യ രാജേന്ദ്രൻ കരഞ്ഞാലും, മേയർ ആര്യ രാജേന്ദ്രൻ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, എന്ത് പ്രശ്നങ്ങളിൽ പോയി കുരുങ്ങിയാലും ഏറി പോകുന്നത് മുഴുവൻ ഞാനാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിമിഷ സജയൻ എന്ന് പറയുന്ന മിനിറ്റ് സജയൻ. നിമിഷ സജയനോട് ട്രോളന്മാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട, ഇതാണ് ആക്ടിങ്, കണ്ടുപിടിക്കുക, അല്ലാതെ ഇങ്ങനെ കൊല്ലുപോലെ മുഖം വെച്ചുകൊണ്ടിരിക്കുന്നതല്ല ആക്ടിങ്. ഇങ്ങനെ വേണം ആക്ട് ചെയ്യാൻ എന്നാണ് നിമിഷ സജയനോട് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത് മേയർ ആര്യ രാജേന്ദ്രന്റെ ഇത്തരത്തിലുള്ള അനാസ്ഥ കൊണ്ട് ഏറിലോട്ട് പോയ വേറൊരു വേട്ടാവളിയനുണ്ട്. ആ വേട്ടാവളിയന്റെ പേരാണ് സ്വാമി ശിബു, അല്ലെങ്കിൽ പി ശിബു എന്നറിയപ്പെടുന്ന നമ്മുടെ സന്ദീപാനന്ദ കിറികിറി. സന്ദീപാനന്ദ കിറികിറി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ആര് എപ്പോഴൊക്കെ ഏറിപ്പോയാലും സന്ദീപാനന്ദഗിരി ഗർത്തത്തിനകത്ത് പോയി തപസ്സിരിക്കും. ആ സന്ദീപാനന്ദഗിരി ഇതുവരെ ഗർത്തത്തിനുള്ളിൽ നിന്നും പുറത്തിറങ്ങിയില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. സംഭവം വേറൊന്നുമില്ല. ആര്യ രാജേന്ദ്രൻ ഇവിടെ മേയറായിട്ട് ചുമതലയേറ്റപ്പോൾ സന്ദീപാനന്ദഗിരി പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും എടുത്തിട്ട് ട്രോളുന്നത്. സന്ദീപാനന്ദഗിരി പറഞ്ഞത് ഇനി മുതൽ തിരുവനന്തപുരം നഗരം എന്നല്ല അറിയപ്പെടുക, നോം ഇതിനെ ആര്യവർത്തം എന്ന് പുനർനാമകരണം ചെയ്യുന്നു എന്നാണ് സന്ദീപാനന്ദ ഗിരി പറഞ്ഞത്. ആര്യവർത്തം എന്നുള്ളത് മാറ്റിയിട്ട് ഗിരി തപസ്സിരിക്കുന്ന ആ ഗർത്തം കൂടെ ചേർത്ത് ഇതിനെ ആര്യ ഗർത്തം എന്ന് വിളിക്കണമെന്നാണ് നാട്ടുകാർ മൊത്തം സന്ദീപാനന്ദ ഗിരിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ട് അതുകൊണ്ട് ഡയലോഗ് അടിച്ച് എറിപ്പോവാൻ നിൽക്കല്ലേ എന്ന് സന്ദീപാനന്ദ ഗിരിയോട് CPM കാര്യം പറയുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ആര്യ രാജേന്ദ്രന് ധാർഷ്ട്യമാണെന്നും പെരുമാറ്റം ശരിയല്ലെന്നും CPM തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പിടിച്ച് പുറത്താക്കുമോ, അതുകൊണ്ട് കരച്ചിലങ്ങ് പാസ്സാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ കരഞ്ഞത് എന്ന് പല അന്തംകമ്മികളും തന്നെ മുറുമുറുകുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും വലിയ വിറ്റെന്ന് പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ ഈ ഫോട്ടോ ഒന്ന് കണ്ടുനോക്ക്. തൊട്ടടുത്തൊരു ചേച്ചി നിന്ന് ചിരിക്കുകയാണ്. അയ്യോ, ആര്യ രാജേന്ദ്രൻ കരയുന്നെന്ന് പറഞ്ഞൊരു ചേച്ചി ചിരിക്കുകയാണ്. ആ ചേച്ചിയും ആര്യ രാജേന്ദ്രനും കൂടി ഇപ്പോൾ ശൂന്യാകാശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത്. 48 മണിക്കൂറായിട്ടും ജോയിയെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്ന തീരാ മനോവ്യഥയിൽ നിന്നാണ് ആ ബാഷ്പങ്ങൾ അശ്രുപുഷ്പങ്ങളായി കണ്ണിൽ നിന്നും പ്രവഹിച്ചത് എന്നാണ് ആര്യ രാജേന്ദ്രൻ അതിനുശേഷം പറഞ്ഞത്. 48 മണിക്കൂറായി ജോയിയെ കണ്ടെത്താൻ കഴിയാത്ത ആ ഒരു കാര്യശേഷി ഇല്ലായ്മ, അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഇല്ലായ്മ, കുറച്ചുകൂടെ താഴോട്ട് ലോ ലെവലിൽ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കഴിവുകെട്ട മേയർ എന്നുള്ള ആ ഒരു പേര് മറയ്ക്കാനും നാട്ടുകാരുടെ സിമ്പതി പിടിച്ചു പറ്റാനുമാണ് ആര്യ രാജേന്ദ്രൻ കരഞ്ഞത് എന്നാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ആര്യ രാജേന്ദ്രനോട് വിരോധമുള്ള ഇത്രയധികം കഴിവുള്ള ഒരു മേയറെ പിടിച്ചു താഴ്ക്കാനും അല്ലെങ്കിൽ ചവിട്ടിത്താഴ്ത്താനും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന വേറൊരു വാദം അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത്. ആര്യ രാജേന്ദ്രൻ അങ്ങനെ കരഞ്ഞു, ഓക്കെ ഫൈൻ, ആര്യ കരയുന്നത് കണ്ടില്ലേ എന്ന് പോലും നമ്മുടെ CPM സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഉയരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ആ 25 കോടി എവിടെ പോയി എന്നുള്ളതാണ്. ആ 25 കോടി എവിടെ പോയി? ആമയിഴഞ്ചാൻ തോടിനെ നവീകരിക്കാൻ 2021 സിൽറ്റ് പുഷർ മെഷീൻ ഞങ്ങൾ ഇതാ ഇറക്കി സ്വനത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ജലസേചന വകുപ്പിന് മന്ത്രിസഭ അംഗീകാരം കൊടുത്ത് അനുവദിച്ച് കിട്ടിയ ആ 25 കോടി ആരുടെ വായിൽ പോയി എന്നാണ് പല ആൾക്കാരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത് ട്വിസ്റ്റ് എപ്പിടി ഇരിക്ക് എന്നും നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. 2021 പല മാധ്യമങ്ങളും ഈ വാർത്ത കൊടുത്തതാണ്. 25 കോടി രൂപയാണ് ആമയിഴഞ്ചാൻ തോടിനെ നവീകരിക്കാനായിട്ട് ജലസേചന വകുപ്പിന് മന്ത്രിസഭ അനുവാദമായിട്ട് അനുവദിച്ചു കൊടുത്തത്. ഈ അനുവദിച്ചു കൊടുത്ത 25 കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിയ ശേഷം കണ്ണമ്മൂല മുതൽ ആക്കുളം വരെയുള്ള ഭാഗത്തെ പുനർനിർമ്മാണം, ചെളി നീക്കം നടപടികൾ തുടങ്ങണമെന്നും ആമയിഴഞ്ചാൻ തോടിനെ ദുരവസ്ഥയെക്കുറിച്ച് പഠിക്കണമെന്നും ഒരാവശ്യമുണ്ടായി. തോട്ടിലെ പ്രധാന മാലിന്യങ്ങൾ ഇറച്ചി മാലിന്യങ്ങളും മനുഷ്യ വിസർജ്ജവും മെഡിക്കൽ വേസ്റ്റുകളുമാണ്. ഈ മെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെ തോട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായൊരു പഠനം വേണം എന്ന് പല ആൾക്കാരും അന്ന് പറഞ്ഞതാണ്. ഇത് ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ കൂടെ വരുന്ന സംഭവമാണ്. ആമയിഴഞ്ചാൻ തോടിനകത്ത് ആരാണ് മാലിന്യം തള്ളുന്നത് എന്ന് പറഞ്ഞ് വെറും 10 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള തിരുവനന്തപുരം നിവാസികളെ മുഴുവൻ കുറ്റപ്പെടുത്തുമ്പോൾ മെഡിക്കൽ വേസ്റ്റ് എങ്ങനെ ആമയിഴഞ്ചാൻ തോടിനകത്തേക്ക് എത്തുന്നു എന്നുള്ള ചോദ്യം വളരെ വലിയൊരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. വീണ ജോർജിനോടാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. 48 മണിക്കൂറാണ് അങ്ങനെ ശ്വാസം കിട്ടാതെ അതിനകത്ത് കിടന്ന് മരണവെപ്രാളം കൊണ്ടത് എന്നൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ നാട് നശിച്ചടേ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ആമയിഴഞ്ചാൻ തോട്. ഈ 25 കോടി രൂപയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞത്
ആമയിഴഞ്ചാൻ തോടിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ഉയരത്തിൽ സ്ഥാപിച്ച കമ്പിവേലികളിൽ പലതും നശിപ്പിച്ച നിലയിലാണുള്ളത്. എത്ര തവണ വൃത്തിയാക്കിയാലും ദിവസങ്ങൾക്കകം പഴയപടിയാകും. കോർപ്പറേഷൻ പരിധിയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട തോടുകളിലൊന്നാണ് ആമയിഴഞ്ചാൻ തോട് എന്നിവർ പറഞ്ഞിട്ട് തോട്ടിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നതിന് പുറമെ സംരക്ഷണ ഭിത്തി കെട്ടും. അതിർത്തി കെട്ടി സംരക്ഷിക്കുമ്പോൾ വെള്ളത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എക്സ്കവേറ്റർ ഉപയോഗിച്ച് ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്നാൽ എക്സ്കവേറ്റർ ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ലെന്ന് കൺസൾട്ടന്റ് ആയിരുന്ന ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധർ കണ്ടെത്തി. തുടർന്നാണ് സിൽട്ട് പുഷർ മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ വാങ്ങാനായിട്ട് ധാരണയായത്. ആ മെഷീൻ വാങ്ങുന്നതിനടക്കം 2 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. മെഷീൻ ഇതുവരെ എത്തിയില്ല. മറിച്ച് നമ്മുടെ നഗരസഭയിൽ കിടക്കുന്ന പല മെഷീനുകളും ഹിറ്റാച്ചി അടക്കമുള്ളവ തുരുമ്പെടുത്ത് പോവുകയും ചെയ്തു. ഇതൊക്കെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വലിയ രീതിയിൽ നഗരസഭയിൽ വാങ്ങിച്ചു കൂട്ടുന്നതാണ്. ഇതൊക്കെ അവിടെ വാങ്ങിച്ചു കൂട്ടിയിട്ട് അത് തുരുമ്പെടുത്ത് പോകുന്നുവെന്നും അനധികൃതമായിട്ട് വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നുവെന്നും അവിടെയുള്ള പ്രതിപക്ഷത്തിലുള്ള കൗൺസിലർമാർ തന്നെ പറയുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ സമയം മേയർ ആര്യ രാജേന്ദ്രൻ പൊറോട്ട അടിക്കാൻ പോയിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല, അതായത് നടക്കാത്ത പൊങ്കാലയ്ക്ക് ക്ലീൻ ചെയ്ത ആ ഒരു മാലിന്യം എടുക്കുന്ന ആൾക്കാർക്ക് 50,000 രൂപയ്ക്ക് പൊറോട്ട അടിച്ച് ചിക്കനും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ആര്യ രാജേന്ദ്രൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. കഴിഞ്ഞ ദിവസം MP രാജേഷ് MP എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നിയമസഭയിൽ രേഖാമൂലം അദ്ദേഹം കൊടുത്ത സംഭവത്തിൽ 2023-2024 കാലഘട്ടത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾക്കായി ഈ തോട് നവീകരണത്തിനും വൃത്തിയാക്കലിനും മറ്റുമായി 8 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 8 കോടി രൂപ അനുവദിച്ചതിൽ വെറും 2 കോടി രൂപ മാത്രമാണ് ചെലവാക്കിയിരിക്കുന്നത്. 5 കോടി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാനും സാധിക്കുന്നത്. മന്ത്രി തന്നെ നിയമസഭാ രേഖകളിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ 5 കോടി രൂപ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് 25 + 5 30 കോടി രൂപയായി. ഈ 30 കോടി രൂപ എവിടെ പോയി എന്നുള്ള ചോദ്യം വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. നിങ്ങൾ വക മാറ്റിയോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പദ്ധതിക്ക് ഉപയോഗിച്ചോ? എന്തുകൊണ്ട് തോട് നവീകരണം നടത്തിയില്ല? ഇങ്ങനെ നടത്താതില്ല. അതായത് നഗരസഭയുടെ പരിപാടികൾ കൃത്യമായി നഗരസഭ നടത്താതിരുന്നു കഴിഞ്ഞാൽ വേറെ വകുപ്പുകളെ കൂടെ അത് ബാധിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ പൊതുമരാമത്ത് റോഡുകളൊക്കെ മോശമായിട്ട് കിടന്നു കഴിഞ്ഞാൽ, ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡ് അത് പണിയേണ്ടത് പൊതുമരാമത്താണ്. ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ, ആ റോഡിൽ ആംബുലൻസിൽ വരുന്ന രോഗി മരിച്ചു കഴിഞ്ഞാൽ ആ ആംബുലൻസ് ഡ്രൈവറെ കുറ്റം പറയണോ, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ കുറ്റം പറയണോ, അല്ലെങ്കിൽ ആ റോഡിൽ ആംബുലൻസ് വേഗത കുറഞ്ഞു വരാൻ കാരണക്കാരനാക്കി ആ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിൽ ഇട്ടിരുന്ന് അവിടെ കൗൺസിലറെ കുറ്റം പറയണോ, അല്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രിയെ കുറ്റം പറയണോ, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ കുറ്റം പറയണോ? ആരെ കുറ്റം പറയണം? ഇതാണ് എൻ്റെ ചോദ്യം. ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്? അതുകൊണ്ട് എല്ലാ സിസ്റ്റവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും ഇവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായിട്ട് നടത്തിയാൽ മാത്രമേ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ തുടങ്ങിയ പനികൾ വരാതെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള തോടുകളിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയും അവ നമ്മളെ വന്ന് കടിക്കുകയും തിരുവനന്തപുരം നഗരം, തലസ്ഥാനം, എന്തിനു പറയുന്നു, ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളും പനിയുടെ ഹോട്ട്സ്പോട്ടുകളായി മാറുകയും ചെയ്യുമെന്നുള്ളത് എനിക്ക് പോലും അറിയാം. ഭരണത്തിൽ വലിയ നൈപുണ്യമോ പ്രാവീണ്യമോ ഒന്നുമില്ലാത്തൊരു സാധാരണക്കാരനാണ് ഞാൻ. എനിക്ക് പോലും ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ, ഇത്രയധികം വിവരവും വിദ്യാഭ്യാസവും ഇല്ല, കണക്കിന് മുട്ടയാണെന്നാണ് പറയണത്, എങ്കിലും സാരമില്ല, ഞാനത് തള്ളിക്കളയുന്നു. ഇത്രയധികം വിവരവും വിദ്യാഭ്യാസവും ഉള്ള പരിണിത പ്രജ്ഞയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ടാണ് അറിയാൻ സാധിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നു. ഈ പുട്ടടിക്കാനും പൈസകൾ എടുത്ത് പൂഴ്ത്താനും മാത്രമാണോ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. പോരാത്തതിന് ഇത്തരത്തിൽ സാഹചര്യത്തിൽ, അതായത് കാര്യപ്രാപ്തി ഇല്ല എന്ന് കാണിക്കാനായിട്ട് കരഞ്ഞുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ സിമ്പതിയല്ല നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മറിച്ച് വരുന്നത് ഈ കാര്യപ്രാപ്തി ഇല്ലാത്തവരാണ് കടന്ന് മോങ്ങുന്നത്. അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കടന്ന് മോങ്ങുന്നത് കാര്യപ്രാപ്തി ഇല്ലാത്തവരാണ്. ആ കാര്യപ്രാപ്തി ഇല്ലാത്തവരെ അങ്ങോട്ട് ജനങ്ങൾ പിടിച്ചു മാറ്റും. നിങ്ങൾക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് കഴിവില്ലെങ്കിൽ ഈ വേസ്റ്റുകളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അടുത്ത ഇലക്ഷനിൽ ജനം കാണിച്ചു തരും. നിങ്ങൾ തിരിച്ചു വരാത്ത രീതിയിൽ നമ്മൾ അറബിക്കടലിലൊന്നും ഒഴുക്കില്ല, സത്യമായിട്ട് ഒഴുക്കൂലേ? അറബിക്കടലിലൊക്കെ ഒഴുകി കഴിഞ്ഞാൽ അവിടുത്തെ മീന് ചത്തുപോകും. അതുകൊണ്ട് കുഴികുത്തി മൂടും. ഇത്തരം വേസ്റ്റുകളെയൊക്കെ കുഴികുത്തി മൂടാനാണ് നമ്മുടെ ജനങ്ങൾക്ക് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭരണ സംവിധാനം പതിച്ചു തന്നിരിക്കുന്നത്. സോ ആ ഭരണഘടന അനുസരിച്ച് നമ്മൾ നിങ്ങളെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.